കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ KSRTCയിലെ പെൻഷൻകാർ കഴിഞ്ഞ 2 മാസമായി പെൻഷൻ കിട്ടാതെ പട്ടിണിയിലും ദുഃഖത്തിലുമാണ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കൊട്ടാരക്കരയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 2 മാസത്തെ പെൻഷൻ അനുവദിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. മുരളീധരൻ പിള്ള പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഈ സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് KSRTC പെൻഷൻകാർ അനുഭവിക്കുന്ന യാതനകളും വേദനകളും വളരെ ദുഷ്കരമായി തന്നെ വന്നു ഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് KSRTCയിലെ പെൻഷൻകാരുടെ പെൻഷൻ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ഏറ്റെടുത്ത് വിതരണം ചെയ്യണമെന്ന് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ P. മുരളീധരൻ പിള്ള ആവശ്യപ്പെടുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സിന്ദാബാദ്, KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സിന്ദാബാദ്, KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സിന്ദാബാദ്, KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സിന്ദാബാദ്. മാസം 2 കഴിഞ്ഞിട്ടും പെൻഷൻ നൽകാൻ കൂട്ടാക്കാത്ത മാനേജ്മെന്റ് സർക്കാരെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയിൽ നിന്ന് 10, 25, 30 വർഷം സേവനമനുഷ്ഠിച്ച ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാർ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തങ്ങൾക്ക് അർഹമായ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി പലപ്പോഴും സമരത്തിലാണ്. ഇപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2 മാസത്തെ പെൻഷൻ നൽകുന്നതിന് ഗവൺമെൻറ്റോ ബന്ധപ്പെട്ട ആളുകളോ ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. യാതൊരു കാരണവശാലും ഈ വയസ്സുകാലത്ത് ഒരു പണിയും ചെയ്യാൻ കഴിയാത്ത രോഗികളായ അവശത അനുഭവിക്കുന്ന ഈ സാധാരണക്കാരായ പെൻഷൻകാർ, അവരുടെ ഫാമിലി പെൻഷൻകാർ, നാമമാത്രമായി പെൻഷൻ വാങ്ങുന്ന ഫാമിലി പെൻഷൻകാർ എന്നിവർ ഇന്ന് അനുഭവിക്കുന്ന ദുരിതം വളരെ കൂടുതലാണ്. റേഷൻ വാങ്ങിക്കാൻ കാശില്ലാതെ, മരുന്ന് വാങ്ങാൻ കാശില്ലാതെ, തൻ്റെ നിത്യനിദാന ചെലവിന് കാശില്ലാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഈ ജീവനക്കാരുടെ, ഈ പെൻഷൻകാരുടെ അവകാശങ്ങൾ, തങ്ങൾക്ക് കഴിഞ്ഞ 2 മാസമായി കിട്ടേണ്ട പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യുന്നതിന് ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ആളുകളും തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിലെ കർഷക തൊഴിലാളിക്കും അതുപോലെയുള്ള അടിസ്ഥാന വിഭാഗത്തിനെല്ലാം തന്നെയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും അവിടെ ഓണം അലവൻസ് നൽകിയിരുന്നു, ഉത്സവത്തെ നൽകിയിരുന്നു. നിർഭാഗ്യവശാൽ KSRTCയിലെ 42,000 വരുന്ന പെൻഷൻകാർക്ക് മാത്രം അത് നിഷേധിക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷ സർക്കാർ വിശിഷ്യ നടത്തുന്നു എന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ KSRTCയിൽ എന്നൊക്കെ ക്ഷാമോത്ത വർധന ഉണ്ടായിട്ടുണ്ടോ ആ അളവിലും തൂക്കത്തിലും ഇതിനകത്തെ പെൻഷൻകാർക്ക് ക്ഷാമാശ്വാസം നൽകേണ്ടതിന് പകരം കഴിഞ്ഞ പ്രാവശ്യം അവിടെയും ഞങ്ങൾക്ക് വെട്ടിക്കുറവ് അനുഭവിക്കേണ്ടി വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നത്, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തോടൊപ്പം KSRTCയിലെ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ച സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ശമ്പള പരിഷ്കരണത്തോടനുബന്ധിച്ച് പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക എന്നത് സാധാരണ രീതിയാണ്. KSRTCയിൽ മാത്രം അത് ഒഴിവാക്കി എന്നത് വിവേചനപരമാണ്, പ്രതിഷേധാർഹമാണ്. യാതൊരു കാരണവശാലും ഈ 10, 60, 70 വയസ്സ് പ്രായമുള്ള ഈ KSRTCയിലെ പെൻഷൻകാരും അതുപോലെ ഫാമിലി പെൻഷൻകാർ, ആരാണ് ഫാമിലി പെൻഷൻകാർ? അച്ഛൻ മരിച്ച് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഭാര്യയും വേറെ ആശ്രയമൊന്നുമില്ലാത്ത സ്ത്രീ വിഭാഗത്തിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഫാമിലി പെൻഷനേഴ്സ്. അവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തോട്, ആ കാഴ്ചപ്പാടിനോട് ഞങ്ങളുടെ പ്രതിഷേധം
ആളിക്കത്തുമെന്ന കാര്യത്തിന് തർക്കമില്ല. ഈ വരുന്ന ഓണവും ഞങ്ങൾക്ക് ദുഃഖകരമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ വളരെ ശക്തമായി ആവശ്യപ്പെടുന്നു, എന്തെല്ലാം സംഭവിച്ചാലും കേരളത്തിലെ ഗവൺമെൻറ് KSRTCയിലെ പെൻഷൻകാരനോട് ഒരു സമവായത്തിൻ്റെ ഭാഷയിൽ കാര്യങ്ങൾ നീക്കുന്നില്ല എങ്കിൽ തുടർന്നുള്ള സമയം ശക്തമായ സമരങ്ങളുമായിട്ട് ഞങ്ങൾ പോകേണ്ടി വരും. ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.